ഒരുപാട് സന്തോഷത്തോടെയാണ് ഇന്നത്തെ വ്ലോഗ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. എൻ്റെ ഒരുപാട് കാലത്തെ ആഗ്രഹമാണ് കാശി പോണം, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും പറ്റുന്ന സമയത്ത് കുംഭമേള കാണണം എന്നൊക്കെ. എപ്പോഴെങ്കിലും പോകാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിലിരിക്കുന്ന സമയത്താണ് നമ്മുടെ കേരളത്തിൽ മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ മഹാമാഘ മഹോത്സവം നടക്കുന്നുണ്ട് എന്ന് അറിയുന്നത്. മഹോത്സവം തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായെങ്കിലും ഞങ്ങൾ പോകുന്നത് ഫെബ്രുവരി 1 സൺഡേ ആണ്. അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടാവും എന്നറിയാം. അതുകൊണ്ട് അതിരാവിലെയാണ് അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ക്ഷേത്രമാണ് തിരുനാവായുള്ള നാവാമുകുന്ദ ക്ഷേത്രം. പിതൃതർപ്പണം അല്ലെങ്കിൽ ബലിതർപ്പണം ചെയ്യാനായിട്ട് എല്ലാവരും അവിടെ എത്തിച്ചേരാറുണ്ട്. ആ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഭാരതപ്പുഴയുടെ ഒരു തീരത്തായിട്ടാണ്. അതിൻ്റെ ആ പുഴയുടെ മറ്റേ തീരത്തായിട്ടാണ് നമ്മൾ ഇന്ന് പോകുന്ന ബ്രഹ്മക്ഷേത്രം. തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രത്തിൽ പലപ്പോഴായിട്ട് ബലിതർപ്പണത്തിനൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഈ ഒരു ക്ഷേത്രത്തിൽ ആദ്യമായിട്ടാണ് പോകുന്നത്. ഞങ്ങൾ കോഴിക്കോട് നിന്നായതുകൊണ്ട് തന്നെ കുറ്റിപ്പുറം വഴി തവന്നൂരേക്കാണ് പോകുന്നത്. തവന്നൂരാണ് ഈ ബ്രഹ്മക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ തവന്നൂര് ബ്രഹ്മക്ഷേത്രത്തിൻ്റെ അവിടേക്ക് എത്താനായിട്ടുണ്ട്. തവന്നൂർ നല്ലൊരു ഗ്രാമമാണ്, എത്താനായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ പോകുമ്പോഴുള്ള സന്തോഷം ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. അങ്ങ് ദൂരെയായിട്ട് മഹോത്സവത്തിൻ്റെ കവാടം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഈ നേരെ ആ വഴിക്ക് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ദൂരെയായിട്ട് നമ്മുടെ പുഴയുടെ തീരാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ആദ്യത്തെ അനുഭവം ആയതുകൊണ്ട് നല്ല ആകാംക്ഷയിലാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. എങ്ങനെയാണ് അവിടെ പോകേണ്ടത്, ഏത് വഴിക്ക് എന്നും അറിയില്ലെങ്കിലും പോയി നോക്കാമെന്നുള്ള ആ പ്രതീക്ഷയിൽ പോവുകയാണ്. നല്ല തിരക്കായിരുന്നു എന്ന് വെച്ചാൽ ഞങ്ങൾ നേരത്തെ ഇറങ്ങിയിട്ടുണ്ട് വീട്ടിൽ നിന്ന്. എന്നാലും ഇവിടെ എത്തുന്ന സമയത്ത് ഇതിനു മുമ്പ് തന്നെ ഒരുപാട് പേര് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ പാർക്കിംഗ് ഒക്കെ ഏകദേശം ഫുള്ളായിട്ടുണ്ട്. പക്ഷേ ഇത് കഴിഞ്ഞാൽ ആ ഭാഗത്തായിട്ടും കുറച്ച് പ്രത്യേകമായിട്ടൊക്കെ പാർക്കിംഗ് ഉണ്ടെന്ന് അവർ പറഞ്ഞത്. ഈ മുന്നിലായി കാണുന്നത് വേദ പാഠശാലയാണ്. അത് കഴിഞ്ഞ് മുന്നോട്ട് ഇറങ്ങുന്ന സമയത്ത് നേരെ കാണുന്നത് പുഴയാണ്. പുഴയുടെ വലത് ഭാഗത്തായിട്ട്, പുഴയിലേക്ക് ഇറങ്ങുന്നതിൻ്റെ വലത് ഭാഗത്തായിട്ട് ബ്രഹ്മക്ഷേത്രം. അവിടേക്ക് നടന്ന് അവിടുന്ന് തൊഴുത് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ. ആ സമയത്ത് തന്നെ നല്ല വലിയൊരു ക്യൂ ആയിരുന്നു. അതുകൊണ്ട് തന്നെ കുറേ സമയം എടുത്തു ഒന്ന് അമ്പലത്തിൻ്റെ മുന്നിൽ എത്തിപ്പെടാനായിട്ട്. അങ്ങനെ ഏകദേശം അമ്പലത്തിൻ്റെ മുന്നിലെത്തി നന്നായിട്ട് തൊഴാനായിട്ട് പറ്റി. ക്യൂ നിൽക്കാത്തവർ കുറേ പേര് പുറത്ത് നിന്ന് തൊഴുത് പോകുന്നതും കണ്ടു. അങ്ങനെ അവിടെ നിന്ന് തൊഴുത് താഴത്തേക്ക് പുഴയിലേക്ക് ഇറങ്ങുന്ന മുമ്പായിട്ട് അക്കരെ ഇവിടുന്ന് കാണാനായിട്ട് പറ്റും. ആ കാണുന്നതാണ് നമ്മുടെ തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രം, വിഷ്ണു ക്ഷേത്രമാണ്. ഈ ഭാഗത്തായിട്ട് ശിവനും ബ്രഹ്മാവും, പുഴയുടെ ആ ഭാഗത്തായിട്ട് വിഷ്ണുവും വസിക്കുന്നതുകൊണ്ട് ഇവിടെ ത്രിമൂർത്തി സംഗമം എന്നാണ് അറിയപ്പെടുന്നത്. അവിടെ നിന്ന് നന്നായി തൊഴുത് പുഴയിലേക്ക് ഇറങ്ങി. ആദ്യം പുഴയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ വലത് ഭാഗത്തേക്കാണ് ബ്രഹ്മക്ഷേത്രത്തിലേക്ക് പോന്നിട്ടുള്ളത്. അതിൻ്റെ ഇടത് ഭാഗത്തായിട്ട് ശിവക്ഷേത്രമുണ്ട്. അതിൻ്റെ പിന്നിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുകൂടാതെ നമ്മൾ സന്ധ്യയ്ക്ക് ദീപാരാധന നടത്തുന്ന സ്ഥലമാണ് പിന്നിലായിട്ട് കാണുന്നത്. അതുകൂടാതെ ഭക്തരെ ഇറങ്ങി വരുന്ന വഴിയാണ് ഈ കാണുന്നത്. ഫെബ്രുവരി 3 വരെ ഈ മഹോത്സവം ഉണ്ട് എന്നാണ് കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും ഭക്തജനങ്ങൾക്ക് ഒരുപാട് പേർക്ക് വരാനായിട്ടുള്ള ഒരു അവസരമുണ്ട്. ആദ്യമായിട്ട് നടക്കുന്ന മഹോത്സവമാണെങ്കിലും ഒരുക്കങ്ങളൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഭാരതപ്പുഴയിലൂടെ നടന്ന് നീങ്ങുകയാണ് നമ്മുടെ തിരുനാവായ ഭാഗത്തേക്കായിട്ട്. അപ്പോൾ ഈ സമയത്ത് കുറച്ച് തിരക്ക് കുറവുണ്ടെങ്കിലും കുറച്ച് കഴിഞ്ഞ് പിന്നീട് അങ്ങോട്ട് തിരക്ക് കൂടുകയാണ് ചെയ്തത്. അത്രയ്ക്ക് ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇവിടേക്ക്. അങ്ങനെ ഞങ്ങൾ നീലാസ്നാനം നടക്കുന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് അതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. കൂടാതെ അവിടെ ഭജനയും ഒക്കെ നടത്തി കേൾക്കാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഒരുപാട് ആളുകൾ വരുന്ന സ്ഥലമായതുകൊണ്ട് അവിടെ ടോയ്ലറ്റ് സംവിധാനം അവർ ഒരുക്കിയിട്ടുണ്ട്. ഇനി പുഴയിലൂടെ നമുക്ക് അക്കരെ കടക്കാനുണ്ട്. അതിനായിട്ട് അവിടെ നല്ലൊരു പാലം നിർമ്മിച്ചിട്ടുണ്ട്. അതിലൂടെ കുറേശ്ശെ ആൾക്കാരായിട്ട് അങ്ങോട്ട് സേവാ സംഘത്തിൻ്റെ ആൾക്കാർ കടത്തി വിടുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ക്യൂവിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇപ്പോഴേക്കും നല്ല വെയിലായിട്ടുണ്ട്. ഒരു 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു സമയത്ത് തന്നെ അത്യാവശ്യം നല്ല വെയിലും ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും തലയിൽ തുണി കെട്ടിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെയായാലും കുറേശ്ശെ ഒരു 5 വരി, ഓരോ വരിയായിട്ട് കുറേശ്ശെ ആളുകളെ ആ പാലത്തിലൂടെ അങ്ങോട്ട് കടത്തി വിടുന്നുള്ളൂ.
പുഴയിൽ ആർത്തി സമർപ്പണത്തിനായിട്ടുള്ള ഒരു ഭാഗമാണ് ഇത്. ഇവിടുന്നാണ് ആളുകൾക്ക് ആർത്തി സമർപ്പിക്കാനായിട്ട്, വിളക്ക് അർപ്പിക്കാനായിട്ടുള്ള സ്ഥലം. ഒരുപാട് പ്രായമായ ആളുകൾ വന്നിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ സന്തോഷമാണ്. അവർക്ക് ദൂരെ ഒന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ കേരളത്തിൽ തന്നെ ഇങ്ങനെ ഒരു ഇത് വന്നതുകൊണ്ട് അവർക്ക് സന്തോഷത്തോടു കൂടി വന്ന് തൊഴാനും ഇതൊക്കെ കാണാനായിട്ടുള്ള ഒരു അവസരമാണ് ഇങ്ങനെ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം വോളണ്ടിയേഴ്സിനെ പറ്റിയിട്ടാണ്. സേവാഭാരതിൻ്റെ ആളുകൾ ഒരുപാട് പേർക്ക് വേണ്ട ഇൻഫർമേഷൻ കൊടുക്കാനും വേറെ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനും ഓടി നടക്കുന്നത് കണ്ടു. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഗമം നല്ല രീതിയിൽ നടത്താനായിട്ട് അവർക്ക് പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പോലീസ് ഫോഴ്സ് വളരെയധികം നന്നായിട്ട് കാര്യങ്ങൾ നിയന്ത്രിക്കാനായിട്ട് എല്ലാ ഭാഗത്തായിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രത്തിലെ മുന്നിലായിട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ അസാധ്യം തിരക്കായിരുന്നു കേട്ടോ. ഇവിടെ എത്തുമ്പോഴേക്കും കുറച്ച് സമയമായതുകൊണ്ട് തന്നെ ഉള്ളിലേക്ക് കയറാൻ വളരെയധികം കഷ്ടപ്പെട്ടു. പക്ഷേ പുറത്തു നിന്ന് തൊഴുത് പോരുകയാണ് ചെയ്തത്. അവിടെ നിന്ന് അത്രയ്ക്ക് ജനങ്ങളായതുകൊണ്ട് ക്യൂ നിന്ന് തൊഴാനായിട്ട് പറ്റില്ല. ഇനി എപ്പോഴെങ്കിലും വന്ന് തൊഴാമെന്ന് വിചാരിച്ച് തിരിച്ച് പോരുകയാണ് ചെയ്തത്. അങ്ങനെ ഇവിടെ വന്നതിന് ഓർമ്മയ്ക്കായിട്ട് ഞാനൊരു സാധനം വാങ്ങിച്ചിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് നമ്മുടെ വീഡിയോയുടെ അവസാനം ഞാൻ കാണിച്ചു തരാം. ഞായറാഴ്ച ആയതുകൊണ്ട് അസാധ്യം തിരക്കായിരുന്നു. അതുകൊണ്ട് തന്നെ തിരിച്ച് പാലം വഴി അങ്ങോട്ട് കടക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഞങ്ങൾ തിരിച്ച് ഒരു ഓട്ടോയിൽ തവനൂർക്ക് പോവുകയാണ് ചെയ്തത്. ഒരുപാട് ആളുകൾ ഇനിയും അവിടേക്കായിട്ട് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. 12 മണി സമയമൊക്കെ ആയിട്ടുള്ളൂ. എന്നാലും ഇനി തിരിച്ച് പാലം വഴി എന്തായാലും പോകാൻ പറ്റില്ല. അത്രയ്ക്ക് ലക്ഷക്കണക്കിന് ആളുകൾ എത്തി തുടങ്ങിയിട്ടുണ്ട്. ഇനി 2 ട്രെയിനിന് ആളുകൾ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരാനുണ്ട് എന്നൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ ഓട്ടോ ഡ്രൈവർ ചേട്ടൻ പറയുന്നത്. ഒരുപാട് സന്തോഷത്തിലാണ് അവിടുത്തെ ഓട്ടോ ചേട്ടൻ ഞങ്ങൾക്ക് അന്നദാനം കൊടുക്കുന്ന ആ ഭാഗങ്ങളൊക്കെ കാണിച്ചു തന്നു. ചേട്ടൻ പറഞ്ഞത് നാട്ടുകാർ മൊത്തം സന്തോഷത്തിലാണ്. കാരണം അവരവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാവരും ഈ ഒരു മഹോത്സവം ഉഷാറാക്കാനായിട്ട് പ്രയത്നിക്കുന്നുണ്ട്. കുറേ കച്ചവടക്കാരും ചെറിയ ചെറിയ കച്ചവടക്കാരും അതുപോലെ തന്നെ ഒരുപാട് പേര് പല രീതിയിലും അവർക്ക് ബിസിനസ്സായിട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും ഇതുപോലെ ഇവിടെ മഹോത്സവം നടക്കുകയാണെങ്കിൽ ഈ ഭാഗം, നമ്മുടെ തിരുനാവായ ഭാഗവും തവന്നൂർ ഭാഗവും ഒരുപാട് വളർച്ചയിലേക്കാവും എത്തുക എന്നുള്ള സന്തോഷത്തിലാണ് ചേട്ടൻ. മഹോത്സവത്തിനെ പറ്റിയിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻ ഞങ്ങൾക്ക് ചേട്ടനിൽ നിന്നാണ് കിട്ടിയത്. അങ്ങനെ അവിടുന്ന് മനസ്സ് നിറഞ്ഞ് തിരിച്ച് വരികയാണ്. അവിടുത്തെ ഓർമ്മകൾക്കായിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഈ മരം കൊണ്ടുള്ള ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റാണ്. ഈ യാത്ര എൻ്റെ 50ാമത്തെ പിറന്നാളിന് വേണ്ടിയിട്ട് കൂടിയുള്ളതാണ്. അതിൻ്റെ സന്തോഷത്തിലാണ് എന്നും ഓർക്കാനായിട്ട് ഞാൻ ഈ ബ്രേസ്ലെറ്റ് വാങ്ങിയിട്ടുള്ളത്. അങ്ങനെ 50ാമത്തെ പിറന്നാളിൻ്റെ സന്തോഷം പങ്കുവയ്ക്കാനായിട്ട് എൻ്റെ ഈശ്വരന്മാരെ കണ്ടു മടങ്ങുകയാണ്.